ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഒറ്റപ്പാലം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കോറയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും പരിപാടികളും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ലഹരി വിരുദ്ധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ റാലിയും ലഹരി വിരുദ്ധ പരിപാടികളും സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഒറ്റപ്പാലം മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ പരിപാടികൾ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഒറ്റപ്പാലത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ കൂട്ടായ്മ ഇന്ന് ഒറ്റപ്പാലം ടൗണിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള റാലിയും തുടർന്ന് ഇത്തരത്തിലുള്ള യോഗവും ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പല നിലയിലുള്ള ലഹരികളുണ്ട്. രാസലഹരി എന്ന് ആപൽക്കരമായ വിധത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും വ്യത്യസ്തങ്ങളായ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഈ തെറ്റായ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. മാനവികതയെ തകർക്കുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനെതിരെ കോറ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോറ പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി മുഖ്യാതിഥിയായിരുന്നു. കോറ ലഹരി വിരുദ്ധ സമിതി സെക്രട്ടറി KP മുരളീധരൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്യപിക്കുകയില്ലെന്നും പുകവലിക്കുകയില്ലെന്നും പാൻ മസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുവാൻ എന്നാൽ ആവോളം പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ C രാജ്മോഹൻ, ഒറ്റപ്പാലം ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. കോറ രക്ഷാധികാരി SM നമ്പൂതിരിപ്പാട്, ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് PV ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. കോറ സെക്രട്ടറി P വേണുഗോപാൽ സ്വാഗതവും കോറ ലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് K വിമൽ നന്ദിയും പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏകദേശം പല സംഘടനകളും ഒക്കെ തന്നെ നടത്തിയ പഠനത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏകദേശം 17 വയസ്സിലൊക്കെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 12 വയസ്സിൽ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു എന്നുള്ള സംഗതികളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനമാണ് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട രാസലഹരി വസ്തുക്കൾ പ്രധാനമായിട്ടും വരുന്നത് ബാംഗ്ലൂർ പോലുള്ള അല്ലെങ്കിൽ ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്.